CPM സൈബർ വിഭാഗത്തിൽ നിന്നും മുതിർന്ന മാധ്യമപ്രവർത്തകർ ഗുഡ് ബൈ പറഞ്ഞു എന്നൊരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ. എന്താണ് യാഥാർത്ഥ്യം? ഈ 24 ന്യൂസിലാണ് ഇത്തരമൊരു വാർത്ത ഞാനും ആദ്യമായിട്ട് കണ്ടത്. MP നികേഷ് കുമാറിനോടുള്ള എതിർപ്പ് മൂലം മുതിർന്ന മാധ്യമപ്രവർത്തകർ സൈബർ വിഭാഗത്തിൽ നിന്ന് വിട്ടുനിന്നു എന്നാണ് ആ ഒരു വാർത്തയിൽ പറയുന്നത്. ഇതിനോടകം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊന്ന് സമൂഹ മാധ്യമ ഇടപെടൽ ശക്തമാക്കണമെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമാണ്. ഈ രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോൾ നിലവിലെ CPM സൈബർ വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങളിൽ പോരായ്മകൾ ഉണ്ട് എന്നത് എന്തായാലും വ്യക്തമാണ്. എങ്കിലും ഇതൊക്കെ എളുപ്പത്തിൽ പരിഹരിച്ച് മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ. അതിനാവശ്യമായ ഇടപെടലുകളാണ് CPM നേതൃത്വം നടത്തേണ്ടത്. ഈ അഭിപ്രായ വ്യത്യാസം എല്ലാ മേഖലയിലും ഉണ്ടാകുമല്ലോ, അതെല്ലാം സർവ്വസാധാരണമാണ്. അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള സംവിധാനങ്ങളൊക്കെ കേഡർ പാർട്ടിയായിട്ടുള്ള CPM-നുണ്ടല്ലോ. ഏറ്റവും ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സൈബർ വിഭാഗമാണ് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. യഥാർത്ഥത്തിൽ CPM സൈബർ വിഭാഗം ആ ഓഫീസിലെ ടീമിന്റെ പ്രവർത്തനം കണ്ടാണ് പഠിക്കേണ്ടത്. ഇതിനോടൊപ്പം തന്നെ കൈരളി ചാനലിലും ഒരു പൊളിച്ചെഴുത്ത് അനിവാര്യമാണ്. ഈ ദേശാഭിമാനിയിലെ പുത്തലത്ത് ദിനേശിനെയും സ്വരാജിനെയും കൊണ്ടുവന്ന് നടത്തിയ മാറ്റം കൈരളിയിലും കൊണ്ടുവരാൻ CPM നേതൃത്വം തയ്യാറാകണം. ഈ കൈരളിയുടെ ആരംഭം മുതൽ അതിന്റെ തലപ്പത്തിരിക്കുന്നത് ജോൺ ബ്രിട്ടാസ് ആണ്. അദ്ദേഹം രാജ്യസഭാ അംഗമായിട്ട് പോലും കൈരളിയുടെ ചുമതല ഒഴിഞ്ഞിട്ടില്ല. ഈ മാധ്യമരംഗത്ത് കഴിവ് തെളിയിച്ചവരെ, പ്രത്യേകിച്ച് ഈ ഒരു ദൃശ്യമാധ്യമ രംഗത്ത് കൃത്യമായി ഇടപെടൽ നടത്താൻ കഴിവുള്ളവരെ കൈരളിയുടെ തലപ്പത്ത് കൊണ്ടുവന്നാൽ മാത്രമേ കൈരളിയെ കൊണ്ട് CPM-ന് ഇനി ഗുണമുണ്ടാവുള്ളൂ. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ CPM അനുഭാവികൾ പോലും കൈരളി ചാനൽ കാണാത്ത അവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ടാണ് ബാർ റേറ്റിംഗിലും കൈരളി ഏറെ പിന്നോട്ട് പോകാൻ കാരണം. ഡോണി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ ചാനൽ റേറ്റിംഗിൽ ജനം TVയേക്കാൾ താഴെ 8ാം സ്ഥാനത്താണ് നിലവിൽ കൈരളി ഉള്ളത്. ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഈ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായിട്ടുള്ള CPM-ന്റെയും ആ പാർട്ടിയുടെ തന്നെ ബഹുജന സംഘടനകളുടെയും കരുത്തും ശേഷിയും പരിശോധിച്ചാൽ ഇങ്ങനൊരു ഇടിവ് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഇതേ അവസ്ഥ തന്നെയാണ് സോഷ്യൽ മീഡിയ മേഖലയിലും ഇടതുപക്ഷം ഇപ്പോഴും നേരിടുന്നത്. അവരുടെ അണികളും അതുപോലെ തന്നെ അനുഭാവികളും പോലും ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള കണ്ടന്റുകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല എന്നത് തന്നെയാണ് ഈ പിറകോട്ടടിക്ക് കാരണമായത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും ഇങ്ങനെയാണ് അവസ്ഥയെങ്കിൽ അത് തീർച്ചയായും ഇടതുപക്ഷത്തിന് വലിയ വെല്ലുവിളി തന്നെയായിരിക്കും.